ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പാൻ കേക്ക്, സിമ്പിൾ പാൻ കേക്ക് ആണ്, വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ആ മുട്ട ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് ഈ ഒരു കപ്പിൽ അരക്കപ്പ് പാല് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അളവെല്ലാം ഈ ഒരു കപ്പിന്റെ സൈസിലാണ് എടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിലേക്ക് ഒരു 2 ഡ്രോപ്സോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാൻകേക്കിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഉണ്ടോ? നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ മിക്സി എടുത്തിട്ടില്ല, പെട്ടെന്ന് ഇത് അലിഞ്ഞങ്ങ് വരും. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു കപ്പ്, ഞാൻ നേരത്തെ എടുത്ത കപ്പിലാണ് എല്ലാ അളവും എടുത്തിട്ടുള്ളത്. ആ ഒരു കപ്പിൽ നിറയെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഞാൻ മുഴുവൻ മൈദമാവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ലൂസായി പോകരുത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്താൽ എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ബീറ്റ് ബാറ്ററായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു ഫോമിൽ കിട്ടണം കേട്ടോ. അധികം ടൈറ്റും പാടില്ല, എന്നാൽ നന്ന ലൂസും പാടില്ല. അപ്പോൾ ഇനി നമുക്ക് പാൻ കേക്ക് ചുട്ടെടുക്കാം. അപ്പോൾ പാൻ കേക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോൺ സ്റ്റിക്കിന്റെ പാത്രം എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തൂങ്ങി കൊടുക്കണം കേട്ടോ. ഒന്നിങ്ങനെ എണ്ണ ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂലോ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ തീ ഒന്ന് നന്നായിട്ട് സിമ്മിലിട്ട് കൊടുക്കണം. അധികം തീ പാടില്ല. ഫ്ലെയിം കൂടുതൽ ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഓരോരോ പാൻ കേക്കായിട്ട് ചുട്ടെടുക്കാം. നമ്മൾ ബാറ്റർ എടുക്കുക. ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ, പരത്തി കൊടുക്കാൻ പാടില്ല. ഞാനൊരു കയ്യിൽ മാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് തനിയെ തന്നെ പരന്ന് വരും. നമ്മളത് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ബബിൾസ് വരാൻ തുടങ്ങും. ബബിൾസ് വന്നതിന് ശേഷം നമുക്ക് അത് അടിമറിച്ചിട്ട് കൊടുക്കാം. തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോവേ. നിറയെ ബബിൾസ് വന്നിട്ടുണ്ട് കണ്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ബാറ്ററി നല്ല പെർഫെക്റ്റ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി നമുക്കിത് പതിയെ അടിമറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ? ആഹാ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ കളറ് കണ്ടോ? നമ്മളിതിനെ പ്രസ് ചെയ്ത് കൊടുക്കാനൊന്നും പാടില്ല. തീ സിമ്മിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇത് 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് മാറ്റാം കേട്ടോ. ഇനി നമുക്കിത് പാനിൽ നിന്ന്
മാറ്റിയെടുക്കാം. കണ്ട, ഈ ഒരു ഫോമിലാണ് ഉണ്ടാവുക. പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ പ്രസന്റ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ നമുക്ക് എല്ലാ പാൻ കേക്കും ചുട്ടെടുക്കാം. നമുക്ക് അടുത്ത പാൻ കേക്കും ഇതുപോലെ ചുട്ടെടുക്കാം. ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട, ദോശമാവലം പോലെ വെയിറ്റ് ചെയ്യുക. അപ്പൊ നിറയെ ബബിൾസ് വരും. ബബിൾസ് വന്നതിന് ശേഷം നമുക്ക് അത് അടിമറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, നിറയെ ബബിൾസ് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടിമറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് അടിമറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, തീ കൂടിപ്പോയാൽ ഇതുപോലെ അരു ഇങ്ങനെ കരിഞ്ഞു പോകും. അതുകൊണ്ട് അധികം തീ കൂട്ടാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ചുരുമ്പം കറക്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. നമുക്ക് ചുടുന്ന പാനിന് ചൂട് കൂടുതൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ പാനിന്റെ ടെമ്പറേച്ചർ ഒന്ന് കുറയും. അപ്പൊ ഇതുപോലെ എല്ലാ പാൻ കേക്കും നമുക്ക് ചുട്ടെടുക്കാം. ഓരോ പ്രാവശ്യം ചുടുമ്പോഴും ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കോരിയെടുക്കുക അതും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ പാൻ കേക്കും ചുട്ടെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനിവിടെ പാൻ കേക്ക് മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട്. ആ ഒരു അളവിൽ എനിക്കൊരു 8 പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടാ, അടിപൊളി പാൻ കേക്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഈ പാൻ കേക്ക് എങ്ങനെ സെർവ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ കുറച്ച് പാൻ കേക്ക് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെക്കുക. നമ്മളെ കയ്യിൽ ഹണിയോ മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഇതെടുക്കുക, ഇതിലേക്ക് അങ്ങോട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കും. കണ്ടോ, ഹണിയെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് വേറെ കറികളോ ഒന്നും ആവശ്യമില്ല. ഇതുപോലെയാണ് അവർ കഴിക്കുക കേട്ടോ. ഇത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, ഇതൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? ഇതുപോലെ ഹണി ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക. നിങ്ങളുടെ കയ്യിൽ മേപ്പിൾ സിറപ്പ് ഉണ്ടെങ്കിൽ മേപ്പിൾ സിറപ്പ് ഒഴിക്കാം, ഇല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഡേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ ഡേറ്റ് സിറപ്പ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മസ്റ്റ് ട്രൈ ആണ്. ഇതിപ്പോ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പാൻ കേക്ക് എല്ലാവരും തയ്യാറാക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.